ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന തിരുവല്ലയുടെ MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, നമുക്കൊക്കെ അറിയാം തിരുവല്ലയിലെ ഏത് ചടങ്ങുകളിലും നമുക്ക് മാർഗദർശനം നൽകുന്ന ശ്രീ മാത്യു തോമസ് അവരുടെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി നമ്മൾ ഇന്ന് ശ്രീമതി സപ്ന നസുദ്ദീൻ IAS തിരുവല്ല സബ് കളക്ടർ അവர்களാണ്. ശ്രീമതി സപ്ന നസുദ്ദീൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നത് തിരുവല്ലയുടെ തന്നെ സ്വന്തമായ മറ്റൊരു സംവിധായകൻ ശ്രീ MP പത്മകുമാർ അവர்களാണ്. അദ്ദേഹത്തെ സോമനെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ധാരാളം ഇന്റർവ്യൂകളും ഡോക്യുമെൻ്ററികളും ഒക്കെ ചെയ്ത് നമുക്ക് സുപരിചിതനാണ്. അതുകൂടാതെ വ്യക്തിപരമായി അദ്ദേഹം ധാരാളം സിനിമകൾ ചെയ്ത് നമുക്ക് സുപരിചിതനാണ്. ശ്രീ MP പത്മകുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഇവിടെ ക്രിസ്മസ് സന്ദേശം നൽകാം എന്നിട്ട് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന തിരുവല്ലയുടെ അഭിമാനം ശ്രീ MP പത്മകുമാർ, തിരുവല്ല DYSP CS പ്രശാന്ത്, ചലച്ചിത്ര രംഗത്തെ തിരുവല്ലയുടെ മറ്റൊരു വിഭാഗം ശ്രീ മോഹൻ നെഹ്റു, ശ്രീ സാജി സോമൻ, പ്രിയപ്പെട്ട ആശിഷ് അച്ഛൻ, ശ്രീ S. കൈലാസ്, ശ്രീ മണി, M. സലീമടക്കം, ജയകുമാറടക്കം, വിജയകുമാറടക്കം വേദിയിലുള്ള ശ്രീനിവാസടക്കം വേദിയിലുള്ള മൗത്തിക്കുള്ളി MG സ്വാമിയുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. 26 വർഷം മുമ്പ് നമ്മൾ വിട്ടുപിരിഞ്ഞ സോമേട്ടനെ അനുസ്മരിക്കാൻ വീണ്ടും ഈ കൂടിവരവ് സംഘടിപ്പിക്കാൻ തയ്യാറായ MG സ്വാമി ഫൗണ്ടേഷനെ ഹൃദയമായി അഭിനന്ദിക്കുകയാണ്. സിനിമ കഴിഞ്ഞ 26 വർഷങ്ങളിൽ ഒരു വ്യക്തിയുടെ അനുസ്മരണ ചടങ്ങ് വളരെ ഭംഗിയായി ഒരുപാട് വ്യക്തികളുടെ പങ്കാളിത്തത്തോടെ നടക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു നാടിനും ഒരു സമൂഹത്തിനും ചെലുത്തിയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. വ്യക്തിപരമായി ശ്രീ MG സോമനെ അറിയില്ലെങ്കിൽ പോലും നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLAയുടെ പ്രസംഗത്തിൽ നിന്നും തിരുവല്ലയിൽ ശ്രീ MG സോമൻ വഹിച്ച മഹത്വത്തിനെ പറ്റിയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതും വളരെ നല്ല രീതിയിൽ വ്യക്തമായി. മോഹൻചേട്ടൻ വിളിച്ചു ഈ പരിപാടി പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഞാൻ എന്താണ് മോഹൻചേട്ടാ എൻ്റെ റോള്, അനുസ്മരണ പ്രഭാഷണമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു MG സോമൻ എന്ന വലിയൊരു പ്രതിഭയെക്കുറിച്ച് എനിക്ക് അനുസ്മരിക്കാൻ തക്ക ഓർമ്മകളൊന്നുമില്ല. ഇപ്പം നമുക്ക് ഒരു കാലത്ത് നമുക്കറിയാം, ഒരു കാലത്ത് സോമൻ സാറിനെയൊക്കെ ഒരു സജീവമായി നിരുന്ന കാലത്ത് ഒരു താരം ഭൂമിയിലേക്ക് വീഴുമ്പോഴൊന്ന് കാണാൻ, തൊടാൻ, അടുത്ത് ചെല്ലാൻ കൊതിച്ചിരുന്നൊരു സമൂഹം ഉണ്ടായിരുന്നു, ആരാധകർ. അക്കൂട്ടത്തിൽ എൻ്റെ ബാല്യകാലവും അതിലൂടെയാണ് കടന്നുപോയത്. ഞാൻ MG സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വിട്ട് നാട്ടുപുറത്തെത്തുമ്പോൾ എല്ലാവരും എന്നോട് പറയും, നിൻ്റെ സ്കൂളിലാണ് സോമൻ സാറിന് മകൻ പഠിക്കുന്നത്, എന്നെക്കാട്ട് സീനിയറായിട്ട് പഠിച്ച സാജി സോമനാണ് പഠിക്കുന്നത്. പൊതുവെ നാണകുണിയായി ഇൻട്രോവേർട്ടായി എനിക്ക് അദ്ദേഹത്തെ അടുത്ത് പോയി കാണാനോ സംസാരിക്കാനോ ഒക്കെ എനിക്ക് വലിയ പേടിയായിരുന്നു. അപ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവിടാനും അദ്ദേഹത്തെ കാണാനും ഒക്കെ ഒരു പ്രീമിയർ പത്മിനി കാറ് കയറ്റി കിടന്ന് അവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ആ സീറ്റിലുണ്ടാവും. എല്ലാവരും നോക്കി മുടിയൊക്കെ അടിച്ചാൽ ആ ഒരു സീറ്റിലിട്ട് വളരെ പ്രൗഢിയോടാണ് മാഡം കടന്നു വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കും, എന്തെങ്കിലും ആ സീറ്റിൽ സോമൻ സാർ ഉണ്ടാവും നോക്കും. പക്ഷെ ഒരിക്കലും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ കൈവെള്ളയിൽ സിനിമ കാണാനുള്ള സംവിധാനവും സാങ്കേതിക വിദ്യയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വല്ലപ്പോഴും വീട് കിട്ടുന്ന തിയേറ്ററിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് സിനിമ കാണാൻ പറ്റുന്നത്. ഒരു കൺസർവേറ്റീവ് ഫാമിലി പ്രബന്ധം എനിക്ക് വീട്ടിൽ നിന്ന് സിനിമ കാണിക്കാനൊന്നും കൊണ്ടുപോയില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പുതുമോടിയുടെ ചേട്ടത്തെയും ആദ്യമായിട്ട് സിനിമ കാണിക്കാൻ കൊണ്ടുപോയ കൂട്ടത്തിൽ എന്നെയും അച്ഛൻ ആദ്യമായിട്ട് സ്ക്രീനിൽ സിനിമ തെളിയുന്നത് കാണാൻ കൊണ്ടുപോയി. അവിടെ ചെന്ന് കയറി വീട്ടിൻ്റെ എനിക്ക് സിനിമയിൽ തെളിയുന്ന കഥാപാത്രങ്ങളോ കഥയൊന്നും അല്ലായിരുന്നു എന്നെ ആകർഷണമാക്കിയത്. പുറകിൽ വരുന്ന വെളിച്ചം സ്ക്രീനിൽ തെളിയുന്ന കുറേ കാര്യങ്ങൾ, ചിത്രങ്ങൾ തെളിയുന്നത് മാത്രം എന്നെ ആകർഷിച്ചു.
ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് അതിൽ ഒരു സീൻ നടക്കുമ്പോഴാണ് അച്ഛൻ എന്നെ കൈ പിടിച്ച് തിരിച്ച് വെളിയിലേക്ക് കൊണ്ടുപോയത്. ഒരു തുറവിലേക്ക്, ഒരു കച്ചിത്തുറവിലേക്ക് ഏടിചാരി വെച്ച് സുരേഖ നടന്ന് കയറി ചെല്ലുമ്പോൾ താഴെ നിന്ന് ലോ ആയിട്ടുള്ള ഷോട്ടിൽ അവരുടെ കാലുകളുടെ മെഴുകു കണ്ട് അച്ഛൻ പറഞ്ഞ് ഈ പടം കാണാൻ കൊള്ളില്ല, വരുമെന്ന് തിരിച്ചു വിളിച്ചു കൊടുത്തു. പിന്നീട് അറിഞ്ഞ ഭരതൻ സാറിൻ്റെ ഒരു ക്ലാസിക് സിനിമ തകരയായിരുന്നു. അതേയുള്ളായിരുന്നു എൻ്റെ സിനിമയുടെ ബന്ധം. പിന്നീട് ഏഴാം കടലാക്കരെ, ആടകലാശം, അങ്ങനെ കുറേ സിനിമകളാണ് സോമൻ സാറിൻ്റെ സിനിമകൾ ഞാൻ കണ്ടത്. ഒന്നും ആ സിനിമയിലെ സോമൻ സാർ ആരാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കാലം മാറി നമ്മുടെ സിനിമയെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് സോമൻ എന്നൊരു പ്രതിഭയെക്കുറിച്ച് ഞാൻ വളരെ അടുത്തറിഞ്ഞത്. അത് സിനിമാ ലോകത്ത് എങ്ങനെ തോന്നുന്നൊക്കെ അറിഞ്ഞ അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. തപസ്യ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയോട് ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. സോമൻ സാറിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. പൈസയൊന്നുമില്ല, ഒരു തോളിൽ ഒരു ക്യാമറയെ നോക്കി ഒരു സഹായം വിളിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയില്ല, എവിടെയൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് അദൃശ്യ ശക്തി എന്നെ കൈപിടിച്ച് ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് തോന്നി. എന്നെ ഞാൻ മനസ്സിലാക്കി തരാം. എന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം ഇപ്പോഴും ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയ ഒരുപാട് പേരുടെ ഹൃദയത്തിലൂടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞതിന് എം ജി സോമൻ ആരാണ് തിരുവല്ലയ്ക്കുന്നത്, ആരാണ് മലയാള സിനിമയ്ക്കുന്നത്, അതിൻ്റെ അപപ്പുറവും കുറുപ്പുറവും എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് തുടങ്ങിയത് എവിടെയാണോ അദ്ദേഹം അഭിനയം നിർത്തിപ്പോയ ലേലത്തിൻ്റെ സംവിധായകയിലൂടെയാണ് ഞാൻ തുടങ്ങിയത്. രഞ്ജി പണിക്കർ സാർ. രഞ്ജി പണിക്കർ സാറിനെ ഞാൻ വിളിച്ചുള്ള സാർ, എനിക്ക് അങ്ങയുടെ വായിൽ നിന്നും എം ജി സോമൻ സാറിനെ കുറിച്ച് 2 വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. ഒന്നും മടി പറഞ്ഞില്ല, വരും എൻ്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ക്യാമറ റോൾ ചെയ്യുകയാണ്. അദ്ദേഹം കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് സോമൻ സാറിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഭാവം, ചില മൂലകൾ ഒക്കെ ഇപ്പോഴും സജീവമായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തുടിക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2.5 ദശാബ്ദം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ, എൻ്റെ മനസ്സിൽ, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എം ജി സോമൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം നടത്തിയ പ്രകാശം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പകർന്ന കരുത്ത് തന്നെയാണ് ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും മറക്കാതെ. പ്രത്യേകിച്ച് പുതുതലമുറയുടെ നിന്നും സോമൻ സാറിനെ ഒരുപാട് പേര് മറന്നുപോയതാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തോട് നടന്നു കയറിയ പല താരന്മാരുടെയും താരങ്ങളുടെയും അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കാറില്ല. എന്നിട്ടും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് ആ വ്യക്തിപ്രഭാവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തി, സോമൻ സാറിനെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാനുള്ള കാരണം ഒരു നാടകത്തിൽ നിന്നുമാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങ് അറ്റത്തിരിക്കുന്ന ആളുടെ മുഖത്ത്, കണ്ണിലേക്ക് ഇവിടുത്തെ ഒരു നടന്റെ ചെറിയ ഭാവങ്ങൾ, പേശിയുടെ ചലനം എത്തണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണെന്ന് അറിയുന്നത് അവിടെ അറിയിക്കണമെങ്കിൽ അത് എക്സാജറേറ്റ് ചെയ്യണം. എന്താ പറയുക, ഓവർ ആക്ടിംഗ് എന്നൊക്കെ പറയില്ല. അങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ നാടകത്തിലെ ഒരു നടൻ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് പതിയത്തുള്ളൂ. അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ നിന്നും ഒരു രാത്രി കൊണ്ട്, ഒരു ഓവർ നൈറ്റ് കൊണ്ട് സോമൻ സാർ എന്ന് പറയുന്ന നടൻ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ആക്ടിങ്ങിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്രമാത്രം അഭിനയത്തെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണ് വേണു സാറിനെ കണ്ടത്. ശ്രീ വേണുകുമാർ വേണു സാറിനെ കണ്ട സമയത്ത് വേണു സാർ അവിടെ തന്നെയാണ് തുടങ്ങിയത്. അക്കാലത്ത് എന്താ പറയുക, ഇസ്ത്രി ഇട്ട സംഭാഷണ ശൈലിയിൽ നിന്നും ഒരു നാച്ചുറൽ ആക്ടിങ്ങിലേക്ക്, ഒരു എന്താ പറയുക, ആനക്കാരൻ്റെ ഒരു വേഷം ചെയ്തൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിലെ ഒരു ആനക്കാരൻ പോലും മാറിപ്പോകും പോലും അത്രമാത്രം സ്വതസിദ്ധമായ നാച്ചുറലായിട്ട് അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു കയറും. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പരിചയപ്പെട്ട പലരും, ഇപ്പം നമ്മുടെ രവിസാർ എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം കരയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പറയാനുള്ളൊരു കാര്യം, എനിക്ക് അദ്ദേഹത്തോട് ഇപ്പം ദേഷ്യം തോന്നുന്നു. കാരണം ഓരോരുത്തരും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും കരുതുന്നത് എല്ലാവരെയും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നതാണ്. അദ്ദേഹം സ്നേഹിച്ചതിൻ്റെ ഒരു അംശം പോലും തിരിച്ചു സ്നേഹിക്കാൻ കഴിയാതെ ആണെന്ന് അദ്ദേഹം മടങ്ങിപ്പോയെന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ളവരുടെ വേദന. അങ്ങനെ ഓരോരുത്തർ സുരേന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ മറ്റൊരു വശത്തെ കുറിച്ച് പറഞ്ഞു. എല്ലാം അദ്ദേഹത്തിന്റെ ബാല്യകാലങ്ങളും സ്കൂൾ ജീവിതം, നാടക ജീവിതങ്ങൾ, കോളേജ് എല്ലാം പറഞ്ഞ്, എയർഫോഴ്സിൽ പോലും അദ്ദേഹം അഡ്മിഷൻ കിട്ടി എല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണ് മലയാള സിനിമയിൽ അദ്ദേഹം അകന്നുപോയെന്ന് അറിയാമെന്ന് ചോദിച്ചു. അദ്ദേഹം അകന്നുപോയത് ഇന്നത്തെ കലാകാരന്മാരെ പഠിക്കണം. ഇന്നത്തെ പല താരങ്ങളെ, സൂപ്പർ താരങ്ങളെ പ്രായമായി അഭിനയിക്കുമ്പോഴും അവർ ശരീരം ശ്രദ്ധിച്ച്, സൗഹൃദങ്ങൾ മാറ്റിവെച്ച്, വ്യക്തിയാണ് ഏറ്റവും, എൻ്റെ ശരീരമാണ് അഭിനയത്തിൻ്റെ അപ്പുറത്തേക്ക് കാത്തു സൂക്ഷിക്കേണ്ടത് കരുതുന്ന ഒരു ലോകത്ത് നിന്ന് സോമൻ സാറ് അതിനൊക്കെ അതീതമായിട്ട് അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല, ശരീരം ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോലും അതിന് അവർ വ്യക്തിബന്ധം വെച്ചിട്ട് അദ്ദേഹം അഭിനയിക്കാൻ പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു താരപദവി ചെറുതായിട്ട് കുറഞ്ഞു വന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നിയില്ല പോലും. കാരണം അത്രമാത്രം മനുഷ്യ സ്നേഹിയായിരുന്നു. സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ പുതുതലമുറയുടെ സോമൻ സാറിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരം ഒരു മിഷനാണെന്ന് നമുക്കൊക്കെ അറിയാം. കലയെന്ന് പറയുന്നത് ഈശ്വരൻ കൊണ്ടിട്ട ഒരു ചെറിയൊരു പളുങ്ക് പോലത്തെ ഒരു സാധനമാണ്. ഈ കലയെ ജീവിതകാലം മുഴുവൻ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ ഈ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം. സോമൻ സാർ പറയാതെ പറഞ്ഞു പോയത് വലിയൊരു സന്ദേശമാണ് പുതിയ തലമുറയോട്. എന്തായാലും ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതും അദ്ദേഹത്തിന് ഇത്രയെങ്കിലും അനുസ്മരിക്കാൻ ഒരു അവസരം തന്നതൊക്കെ ഒരു വലിയ കാര്യമാണെന്നും ഇവിടെ എവിടെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം അതിനായി കാത്തോർക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
ഒരുപാട്